ഇറയോന്റെ റസൂലോരെ കരനായ ബീവി അലിയാരി തരുണി മണിയൻ ഫാത്തിമ ബീവി. ഇറയോന്റെ റസൂലോരെ കരനായ ബീവി അലിയാരി തരുണി മണിയൻ ഫാത്തിമ ബീവി. എതിരേൽക്കും പൊന്മണി സന്മാർഗികളായുള്ള പെണ്ണുങ്ങൾക്കും അതണി. തുർഗീയൂരിലെങ്കിലെ എതിരേൽക്കും പൊന്മണി സന്മാർഗികളായുള്ള പെണ്ണുങ്ങൾക്കും അതണി. തണി ചെയ്യും റസൂലിന്റെ കരനായ ബീവി അലിയാരി തരുണി മണിയൻ ഫാത്തിമ ബീവി. ഇറയോന്റെ റസൂലോരെ കരനായ ബീവി അലിയാരി തരുണി മണിയൻ ഫാത്തിമ ബീവി. സന്മാർഗം നിസർവേറുമൻ കാടന്ന റോജ. നമ്മളെ പെട്ടിന്റെ കാലപ്പോയൊക്കെ എത്ര ഉണ്ട്? ഈ പെട്ടി 12 കൊല്ലമായിട്ടുള്ളൂ. 12 കൊല്ലം അല്ലേ? ആദ്യ കാലത്ത് പെട്ടിക്ക് എത്ര വില ഉണ്ട്? ഞാനിത് വാങ്ങിയെന്ന് 6,000 ഉറുപ്പിയുള്ളൂ. 6,500 കൊടുത്തുള്ളൂ. ഇത് സിംഗിളാണ് ഡബിളാണ്? ഇത് ഡബിളാണ്. ഇപ്പം ഇതിന് 15 ഉറുപ്പിക കിട്ടും. സംഗതി കാണാൻ ചോർക്കില്ല, നല്ല റെയ്ഡാണ്. ഇതിന് കാറ്റെല്ലാം നിൽക്കും. ഇതിപ്പാടെ വീണല്ലോ, എന്നിട്ടും അതിനൊന്നും പറ്റിയില്ല. അത്രക്ക് കുറ്റിയുറപ്പുണ്ട്. പഴയത് പഴയത് തന്നെയാണ്. ഇത് വളാഞ്ചേരി ഉണ്ടാക്കിച്ച അതാണ് ഇവിടെ വാണി മ്യൂസിക്കൽസ് വളാഞ്ചേരി കാണിക്കുന്നത്. അന്ന് ഉണ്ടാക്കിക്കല്ലേ? പഴയ കാല പാട്ടുകാരുടെ കൂടെ ഒക്കെ പരിപാടി ചെയ്തിട്ടുണ്ടോ അങ്ങനെ? ഞാന് രണ്ടത്താണി ഹംസക്കയുടെ കൂടെ. രണ്ടത്താണി ഹംസ നമ്മളെ നമ്മളെ മോളെ കുട്ടീനെയാണ് അവിടെ ഉള്ള. ഞങ്ങൾക്ക് അവിടെ ഒരു കുട്ടി മോളുണ്ട് കരിയങ്കല്ല്. അതിലെ കുട്ടീനെ മൂപ്പരെ മോൻ കെട്ടിയത് ബാങ്കറിന് കല്യാണം കഴിച്ചില്ല. മൂപ്പര് എനിക്ക് പരിചയമുണ്ട്. ഈ ഹാർമോണിയക്കാക്ക എന്നുള്ള പേരെങ്ങനെയാ വന്നത്? ചെറിയ കുട്ടികളെ തൊട്ട് അതിപ്പോ അങ്ങനെയാണ് വിളിച്ചതാണ്. ഈ ഒരു കൊണ്ടോട്ടി അരുണപ്പാറ പ്രദേശത്ത് ഹാർമോണിയക്കാക്കാൻ അറിയാത്ത ആരുമില്ല. ഇവിടെ നിന്നല്ല, എന്നെല്ലാവരും അറിയും. ഞാൻ പലയിടത്തും പോയിട്ടുണ്ട്. മംഗലാപുരത്ത് നിന്ന് കേട്ട് വയനാട് ഞാൻ അറിയാത്ത സ്ഥലമില്ല. പോവാത്ത മേഖല. പിന്നെ ചാവക്കാട് ലൈൻ, അഞ്ചങ്ങാടി, പിന്നെ വാടാനപ്പള്ളി, ചേറ്റുവ, പിന്നെ അങ്ങനെ എറണാകുളം പെട്ടി എറണാകുളം ആ ഭാഗത്തൊക്കെ ഞാൻ പോകലുണ്ട്. കൊച്ചിയിൽ, ഫോർട്ട് കൊച്ചിയിൽ താമസമൊക്കെ അവിടെ ഇരുന്നായിരിക്കും. പിന്നെ